നല്ല പ്രശ്നമായി. കാസ്റ്റ് വേറെ, പിന്നെ ഭംഗി, നിറം, അങ്ങനെയൊക്കെ കുറെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ഭയങ്കര പ്രശ്നമായി. 2 വീട്ടുകാരുടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് താല്പര്യമില്ല, നിങ്ങളായിട്ട് കെട്ടാണെങ്കിൽ കെട്ടിക്കോന്ന് പറഞ്ഞു. ഞങ്ങളൊരു 100 പേരെ വിളിച്ച് അമ്പലത്തിൽ പോയി. 100 പേര് എല്ലാരും വിചാരിച്ചു ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഇല്ലട്ടാ, ക്യാമറയൊക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുത്ത് അമ്പലത്തിലാ താലി കെട്ടിയത്. അയ്യോ, എനിക്ക് അങ്ങനെ നമ്മള് നോർമലായിട്ടൊരു കല്യാണം വെച്ചാൽ പോലും അങ്ങനെ ഒരു താലി കെട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ആരും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ 23rd ഒരു രാവിലെ ഒക്കെ ആയപ്പോ എനിക്ക് ചെറിയൊരു പെയിൻ വന്നു. അപ്പൊ ഏട്ടൻ ഇവിടെ ഇല്ല, ഏട്ടൻ വർക്കിന് പോയി രാവിലെ. ഞാനും വലിയ ആളും മാത്രമേ ഉള്ളൂ ഉണ്ട്. പക്ഷെ ഞാനും മോള് മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ വേഗം എല്ലാം പാക്ക് ചെയ്ത് എനിക്ക് മനസ്സിലായി ഇന്ന് തന്നെ പോകേണ്ട വരും എന്നുള്ളത് മനസ്സിലായി. ഇവിടുന്ന് ഒരു വണ്ടിയില്ല, ഒന്നുമില്ല. എൻ്റെ അടുത്ത് വിളിക്കാൻ ഒരു ഓട്ടോക്കാരൻ്റെ നമ്പറും ഇല്ല. എന്നിട്ട് എങ്ങനെ പോകും? സാധനങ്ങളും എടുക്കണം, ഇവളെ എടുക്കണം. എന്നിട്ട് ഏട്ടൻ വന്നത് രാത്രി 10 മണിയായി. അതുവരെ ഞാൻ വേദന വെച്ചിട്ട് വീട്ടിൽ. ഇവര് ലവ് മാരേജ് ആണ്. അപ്പൊ ആ ഒരു സ്റ്റോറി ഉള്ള പ്രശ്നങ്ങളായിരുന്നു, അതൊക്കെ വേറെ അതാണ് പറഞ്ഞുതരും. എനിക്ക് അതിനുള്ള മൂടില്ല, അതുകൊണ്ടാ. അതെ, ലവ് സ്റ്റോറി ഞങ്ങളൊരു സ്കൂളില് ഒരു പ്രോഗ്രാമിൽ വെച്ച് കണ്ടിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ കോണ്ടാക്ട് ആയി. പിന്നെ മെസ്സേജ് വിളിച്ച് നല്ല ഫ്രണ്ട്സ് അങ്ങനെ. എന്തായാലും ഒരു ലവ് സ്റ്റോറി തുടങ്ങുമ്പോൾ ഒരു 5-6 ബ്രേക്കപ്പ് ഉണ്ടാവും. ഞങ്ങളിൽ അതുപോലെ ചിന്ന ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ആള് ഗൾഫ് പോയി. കാരണം ഇവിടുന്ന് മാറ്റുന്നേ ഞങ്ങള്. പക്ഷെ ഗൾഫ് പോയപ്പോഴാണ് ഞങ്ങൾ ഒന്നും കൂടെ ഭയങ്കര ക്ലോസ് ആയത്. ലോങ് ഡിസ്റ്റൻസ് ആയില്ലേ. ഭംഗിയുള്ള കുട്ടികൾ അല്ലെങ്കിൽ നിറമുള്ള കുട്ടികൾ അങ്ങനെ വന്ന് പറയാറുണ്ട്. ചിലരൊക്കെ ചോദിക്കാൻ നിങ്ങളല്ലേ നിങ്ങളുടെ വീഡിയോയുടെ റീച്ച് കൂട്ടാ കമന്റ് ഇടണം. അങ്ങനെ കമന്റ് ഇട്ടിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നും നേടാനില്ല. പിന്നെ ചില കമന്റ്സ് ഒക്കെ നമുക്ക് ഇപ്പോഴും കണ്ടാൽ ചിലപ്പോ വിഷമം തോന്നും. പിന്നെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. കാരണം ചിലപ്പോ അവരാഗ്രഹിക്കുന്ന അതായിരിക്കും. ഇതിലൊരു സുഖം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പറയുമ്പോ ഒരു ആത്മശാന്തി. ഏതെങ്കിലും ഒരു സോപ്പിന്റെ പരസ്യമോ ഫേസ് വാഷിന്റെ പരസ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത്ര ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്തത്. ഭയങ്കര പ്രശ്നമാണ്. സൂസൈഡ് വരെ പോകും. ആൾ മൈൻഡ് അങ്ങനെയൊക്കെ പോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ മാരേജ് ചെയ്യാൻ കാരണം? അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം ചോദിച്ചു. വേറെ മറുപടി പറയുന്നുണ്ട്, അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. അങ്ങനെ ഞാനും കറുത്തത് അവളും കറുത്തത് പറയുമ്പോ ഇനിയിപ്പൊ എന്നെ കളിയാക്കുക പോലെ അവളെ എല്ലാരും കളിയാക്കുമോ എന്നുള്ളൊരു ഇത് കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് അങ്ങനെ ഇല്ല. എനിക്ക് ഇനി അടുത്തുണ്ടാവണം, കുട്ടി എന്നെ പോലെ ഉണ്ടാവണം. അപ്പൊ ആൾക്കാർ എന്താ പറയാ എന്ന് എനിക്ക് അറിയണം. എല്ലാരും യുണീക്കാണ്. എല്ലാവർക്കും അവരുടേതായ ഒരു സാധനം ദൈവം കൊടുത്തിട്ടുണ്ട്. എനിക്കും ദൈവം തന്ന അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പറയും ഒരു ലൈഫേ ഉള്ളൂ. അത് നമ്മള് ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ജീവിക്കുക. അതിന് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അത്രയും അടുത്ത സുഹൃത്തുക്കൾ എന്നുള്ളവരാണ് നമ്മളെ ഭയങ്കര പ്രശ്നങ്ങൾ കൊണ്ടിട്ടതും പിന്നെ വലിയ കടങ്ങളിലേക്ക് മാറിയതും. ഒരു 10-30 ലക്ഷം 40 ലക്ഷം എടുത്ത് ലോസ് ആയി. അപ്പൊ അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോഴാണ് കല്യാണം തീരുമാനിക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റത്തെ നമ്മളൊരു ഹാപ്പി സർക്കിൾ ക്രിയേറ്റ് ചെയ്ത ടൈം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ടൈം ഞങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഈ വീട്ടിൽ കാണുന്നില്ല, ഞങ്ങൾ സ്വന്തമാണ്. ഫസ്റ്റത്തെ ഒരു 1 year 2 year നല്ല കഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ഹണിമൂൺ പോയിട്ടില്ല. സങ്കടമുണ്ട്. ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കഷ്ടപ്പെടും, നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. മഴവിൽ കേരളത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് നമ്മുടെ ഡയമണ്ട് കപ്പിൾ ആണ്, അഖിൽ ആൻഡ് ആൻമേരി. ചേച്ചി ചേട്ടാ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖം, സമാധാനത്തിൽ പോകുന്നു. എന്തൊക്കെയാണ് വിശേഷം? വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പ്രത്യേകിച്ച് ഇപ്പൊ അടുത്തായിട്ട് വിശേഷമൊന്നുമില്ല. മക്കളൊക്കെ സുഖമായി ഇങ്ങനെ പോകുന്നു. ഫാമിലി ലൈഫ് ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ബിസി ലൈഫായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ബിസി ലൈഫാണ്, കുറച്ചല്ല, നല്ല ബിസി ലൈഫാണ്. ആണ്. എന്താ ചെയ്യണ? വർക്ക് ചെയ്യാണ്. ഞങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നടത്തുന്നുണ്ട്. അതല്ലാണ്ട് വേറെ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കൃഷിയും കാര്യങ്ങളൊക്കെ. ഞാൻ പഠിക്കുന്നുണ്ട്. എന്താ പഠിക്കണേ? ഞാൻ കോസ്മെറ്റോളജിയാണ് ഇപ്പൊ പഠിക്കുന്നത്. കഴിയാറായി, അടുത്ത മാസം കൂടെ ഉള്ളൂ. പക്ഷെ എന്നാലും കുറച്ച് ബിസിയാണ്. ഒന്നിനും ഒരു സമയം കിട്ടാത്തതിന്റെ ഒരു പ്രശ്നങ്ങൾ വളരെ ഉച്ച വരെയാണ് ക്ലാസ്. അപ്പോൾ രാവിലെ പിള്ളേരെ
ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ ഏട്ടൻ പിള്ളേരെ നോക്കും, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടാവും. അമ്മ ഉള്ളപ്പോൾ അമ്മ നോക്കും, ഇല്ലെങ്കിൽ ഏട്ടൻ നോക്കും. ഞാൻ ഉച്ചയ്ക്ക് ശേഷം വന്നു കഴിയുമ്പോൾ ഏട്ടൻ വർക്കിന് പോകും. അങ്ങനെയാണ് ഞങ്ങളുടെ ഷെഡ്യൂൾ. അതുകൊണ്ട് കുറച്ച് ബിസിയാണ് രണ്ടുപേരും അല്ലേ. ഞാനൊക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും പഴയ പോലെ വരണം എന്ന് ആഗ്രഹമുണ്ട്. അതാവുമ്പോ പണിയെടുക്കണ്ടായിരുന്നു എന്ന് ഇപ്പഴാ മനസ്സിലാവുന്നത്. അല്ലെ, പണി എടുത്തു തുടങ്ങിയപ്പോഴാണ് എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് അല്ലേ? അല്ല, പണി ഉണ്ടായിരുന്നു നേരത്തെ, അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ സമയം ഉണ്ടായിരുന്നു കുറെ. അപ്പൊ നമുക്ക് പിള്ളേരില്ലല്ലോ, പിള്ളേർ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ രണ്ടാമത്തെ ഒരാളും കൂടെ ആയി. പിന്നെ ഞാനപ്പം ഡിസ്റ്റൻസ് ആയിട്ടായിരുന്നു പഠിക്കണത്. ഇപ്പൊ ഞാൻ പോയി പഠിക്കുന്നുണ്ട്. അതിന്റെ ഒരു വേരിയേഷൻ. ഇനി നമ്മുടെ മക്കളിലേക്ക് വരാണ്. ഇപ്പൊ 2 ആളുണ്ട്, അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ? ആകെ റിലേ പോയി ഇരിക്കുകയാണ്. ആത്മീയ 3 വയസ്സായി. അവൾക്ക് ഇപ്പൊ 3 വയസ്സ് കഴിഞ്ഞു. അംഗനവാടിയൊക്കെ പോകുന്നു എന്ന് പറയാം. മടിയാണ് ആൾക്ക്. രണ്ടാമത്തെ പേര് എയ്ഡൻ ലൂക്ക അഖിൽ, അതാണ് അവന്റെ പേര്. എയ്ഡൻ ലൂക്ക അഖിൽ. അഖിൽ. ഒന്നാമത്തെ ആളുടെ പേര് ആത്മീയ അഖിൽ. അഖിൽ എന്താണ് രണ്ടാമത്തെ ഇച്ചിരി നീളം കൂടി പോയത്? അതെ, എനിക്ക് എല്ലാരും എ ആണ്. ഞാൻ എ, ഏട്ടനെ ഫസ്റ്റ് ലെറ്റർ അല്ല. അപ്പൊ മൂത്ത ആള് എ അല്ലോ. അപ്പൊ എനിക്ക് ഇളയാള് എ വേണം. ഏട്ടന് ലൂക്ക എന്നുള്ള പേരിനോടായിരുന്നു കുറച്ച് താല്പര്യം കൂടുതല്. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ അവൻ മാത്രം വേറെ ആയി പോവല്ലോ. എന്നിട്ട് പറയാം, എനിക്ക് വേറെ കുറെ പേര് താല്പര്യം. അപ്പൊ അതൊന്നും അവൾക്ക് പറ്റിയില്ല. പിന്നെ എന്റെ ലിസ്റ്റിൽ ആകെ അവൾക്ക് പറ്റിയൊരു പേര് ലൂക്കയാണ്. ഓക്കെ, പിന്നെ ഇവളുടെ ലിസ്റ്റിൽ എനിക്ക് പറ്റിയൊരു പേര് എയ്ഡനാണ്. ലൂക്കാന്ന് വീട്ടിൽ വിളിക്കാൻ വെച്ചപ്പോ ഏട്ടൻ പറഞ്ഞേ ഞാനിട്ട പേര് ഒഫീഷ്യലായിട്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എയ്ഡൻ ലൂക്ക അഖിൽ. പിന്നെ എനിക്ക് പേരിന്റെ ബാക്കില് ഇവരൊക്കെ നോർമലി ഇൻഷ്യലാണ്. ഇപ്പൊ അഖിൽ OR അങ്ങനെ ഇൻഷ്യലാണ്. എനിക്ക് ഏട്ടന്റെ പേര് വേണം എന്നൊരു നിർബന്ധം. മൂത്താളുടെ പേര് അങ്ങനെ തന്നെ, ആഗ്മേയ അഖിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പേര് സെലക്ട് ചെയ്തത്. ഇപ്പൊ ബക്കറ്റ് ലിസ്റ്റിൽ കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, എന്തൊക്കെയായിരുന്നു പേര്? ഓർമ്മയില്ല, എല്ലാം ഞാൻ മറന്നു. ഓർമ്മയില്ല. ഒരുപാട് പേരുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എത്ര പേരുണ്ടായിരിക്കും? ഒരു 5-6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഡെയിലി കിടക്കുമ്പോൾ ഡിസ്കഷൻ ചെയ്യും. കുട്ടി ഉണ്ടാവുന്നില്ല, കുട്ടിക്ക് മുമ്പേ ഉണ്ടാകുന്നേ അവൾക്കായിരുന്നു ഞങ്ങള് ഉണ്ടായ ഒരു കൺഫ്യൂഷൻ. ഇവന് ഞങ്ങള് പ്രഗ്നന്റ് ആയപ്പോഴേ എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്നു ആൺകുട്ടിയാണ്. ഞാൻ പ്രഗ്നന്റ് ആയ തൊട്ട തന്നെ ആൺകുട്ടിയുടെ പേരാണ് സെലക്ട് ചെയ്തോണ്ടേയിരിക്കുന്നത്. കുറെ ആദിദേവ്, പക്ഷെ അതൊക്കെ ഫാമിലിയിൽ തന്നെ കുറെ പേരുണ്ട്. ആദിത്ത്, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ എയ്ഡൻ എന്നൊക്കെ ഒരു വെറൈറ്റിക്ക് എയ്ഡൻ എന്നാക്കി. അങ്ങനെയാണ് സെലക്ട് ചെയ്ത് പോയത്. ഇപ്പൊ ഭയങ്കര ആക്ടിവേഷൻ കുറവാണ്. എന്ത് പറ്റി? സമയം കുറവായതുകൊണ്ടാണ്. കാരണം മുമ്പത്തെ ലൈഫ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ കൊച്ചുണ്ടെങ്കിലും നമുക്ക് എന്താ പറയാ മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം വേറെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ അതിനൊക്കെ അവൾക്ക് ക്ലാസ് ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ കാലത്ത് പോണതിന് മുമ്പ് എല്ലാം ചെയ്ത് വെച്ചിട്ടാ പോവാ. ഒരു 9:30 പോകും. ഇപ്പൊ ഒരു 6 മണിക്കെങ്കിലും അടിച്ചാലേ നടക്കുള്ളൂ. മുമ്പ് പറയുമ്പോൾ ഞങ്ങൾ 10 മണിക്ക് അടിക്കുള്ളൂ. അപ്പൊ ആ ഒരു ലൈഫ് സർക്കിൾ മാറിയതിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക്. പക്ഷെ അത് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ യൂട്യൂബിലൊന്നും ആക്റ്റീവ് ആയി നിൽക്കാൻ പറ്റാതെ ഒരു സിറ്റുവേഷൻ. പക്ഷെ ഞങ്ങൾ എന്നാലും മാക്സിമം ഞങ്ങൾ റീച്ച് ഒന്നും പോയിട്ടില്ലായിരുന്നു. വീഡിയോ ഒക്കെ റീച്ച് ആവുന്നുണ്ട്. പക്ഷെ വല്ലപ്പോഴൊക്കെ ഇടുള്ളൂ. വീഡിയോസിന്റെ എണ്ണം കുറവാണ്. ഇപ്പൊ ഇൻസ്റ്റ ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും കുറവാണ്. പിന്നെ ഏട്ടൻ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ട് കുറച്ചേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര മറ്റേതുപോലെയല്ല, അതിലും കുറച്ച് പണിയാണ്. കാരണം ഇരുന്ന് ചെയ്യണം. ഇപ്പൊ ഒരു ആഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ 4-5 മണിക്കൂറൊക്കെ വേണം. ആളെന്നെയാണ് അതൊക്കെ ചെയ്യുന്നതും. അപ്പൊ അതിന്റെ ഒരു ടൈം ഒരുപാട്. വീട്ടിൽ വന്നാലും രാത്രി ഞാൻ ഒരിക്കലും ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇടയ്ക്ക് കയറി സംസാരിക്കായിരുന്നു. എന്നെ പുകഴ്ത്തുമ്പോ ഞാനത് കേട്ടോണ്ടിരിക്കുന്നു. ആള് ഒന്നാമത് ആൾക്കിങ്ങനെ വർക്കിന് പോകാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ബിസിനസ്സിനോടാണ് താല്പര്യം. അങ്ങനെയാണ് ഈ ഫീൽഡ്. പിന്നെ ആൾക്ക് ഡിസൈനിങ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. അതിലൊക്കെ നല്ലൊരു കഴിവുണ്ട്. പൊതുവെ നന്നായി വരയ്ക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പം ആളൊക്കെ നന്നായി ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യും. പറയൂ എന്തൊക്കെയാണ് പറഞ്ഞല്ലോ. നന്നായി ചിത്രം വരയ്ക്കും. ആള് നല്ല ഭംഗിയായി ചിത്രം വരയ്ക്കും. ഫേസ് ഒക്കെ നമ്മള് ഡ്രോ ചെയ്യും. അതേപോലെ നന്നായി കവിത, ഇല്ല മുൻകൂട്ടി ജാമ്യമൊക്കെ എടുക്കുന്നുണ്ട് ആക്ച്വലി. നന്നായി കവിത, കഥയൊക്കെ നല്ലപോലെ എഴുതും. നന്നായി എഴുതും. സ്ക്രിപ്റ്റ് എഴുതാറുണ്ട്. എന്തിനാണ് ഞാൻ എവിടെയും ഇതൊന്നുമില്ല, മീൻസ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടൊന്നുമില്ല. എന്റെ അമ്മയ്ക്ക് വേണ്ടിട്ടൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഓൺലൈൻ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവില്ലേ,
അപ്പൊ അതിലൊക്കെ പ്രോഗ്രാംസിന് വേണ്ടിയുള്ള പാർട്ടിസിപ്പേറ്റ് സ്ക്രിപ്റ്റ് ആണ്. ചെയ്യും. ഓക്കെ. പണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ ഏതിലൊക്കെയോ വന്നിട്ടുണ്ട് ഇല്ലേട്ടാ? കുറെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ബാലരമേല ചെയ്തിട്ടുണ്ട്. ഏതിലൊക്കെ ബാലരമ? അല്ല, ഏതിലൊക്കെ അല്ല ഏതൊരു സ്കൂളിലായിരിക്കും ഞാൻ നിർത്തി പോകുന്നത്. ആ മൂന്ന് കളഞ്ഞ് അങ്ങനല്ല ഏതൊരു സ്കൂളിലെ എന്തൊരു സംഭവത്തിൽ മതി, ഇങ്ങനെ കഥ വന്നില്ലേ? മതി. ഇതോടെ നിർത്തിക്കോളെ. ഇത് നീ എന്റെ പകഴ്ത്തലാണ്. നമ്മള് ബിസിയുടെ കാര്യം പറഞ്ഞിട്ട് ബാലരമ വരെ എത്തി. ചേച്ചി ഇവര് ലവ് മാരേജ് ആണ് ഇല്ലേ? നിങ്ങൾ ലവ് മാരേജ് അല്ലേ? അപ്പൊ ആ ഒരു സ്റ്റോറി ഒന്ന് പറയണം. ലവ് സ്റ്റോറിയാ? അതെ. ലവ് സ്റ്റോറി ഞങ്ങളൊരു സ്കൂളില് ഒരു പ്രോഗ്രാമിൽ വെച്ച് കണ്ടിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ പേഴ്സണലി അതിന് മുമ്പ് ഞങ്ങൾ കണ്ടിട്ട് പോലില്ല അല്ലേ. ഞങ്ങളൊരു നാട്ടുകാരാണ്. ഒരേ നാട്ടുകാരാ. അതായത് 1.5 200 കിലോമീറ്റർ മീറ്റർ, ഒരു ചെറിയ ഡിസ്റ്റൻസ് അത്രേ ഉള്ളൂ വീട്. പക്ഷെ നേരിട്ട് അതിന് മുമ്പ് കണ്ടിട്ടില്ല. പാലക്കാട് തന്നെയാണോ നാട്? പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്കൂളിൽ പ്രോഗ്രാം വെച്ച് പാടുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് എന്നെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോയില്ല, കൊടുത്തില്ല. പക്ഷെ അങ്ങനെ ഞങ്ങള് കോണ്ടാക്ട് ആയി പിന്നെ മെസ്സേജ് വിളിച്ച് നല്ല ഫ്രണ്ട്സ് അങ്ങനെ ആളെന്നോട് ഓക്കെ, നല്ല കംഫർട്ടായി തോന്നിയപ്പോ ശരി നമുക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത. ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു, അതൊക്കെ വേറെ അതാണ് പറഞ്ഞുതരും. എനിക്ക് അതിനുള്ള മൂടില്ല, അതുകൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ തുടക്കിട്ട് ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ അതൊക്കെ തുടങ്ങിയ സമയത്ത് പക്ഷെ ഒരു ബെനിഫിറ്റ്, ഒരു ഹാപ്പിനെസ് എന്താ വെച്ചാൽ ഇപ്പൊ ഞങ്ങളെ എന്തൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയവര്, അല്ലെങ്കിൽ ഞങ്ങളെ സത്യം പറഞ്ഞ 2 പായും ഇന്ന് ഈ വീട്ടിൽ കാണുന്നില്ല, ഞങ്ങളെ സ്വന്തമാ. 2 പായ 2 തല, വീട് ഉണ്ട് കേട്ടോ, നമ്മുടെ സ്വന്തമല്ല. 2 പായ 2 തലയണ മീൻസ് അത്യാവശ്യം വേണ്ട ഒരു 10,000 രൂപയുടെ ഉള്ളിലുള്ള സാധനങ്ങൾ, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കൊണ്ട് മാത്രം ഞങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്. പക്ഷെ ഞങ്ങള് ഫസ്റ്റത്തെ ഒരു 1 ഇയർ 2 ഇയർ നല്ല കഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ഹണിമൂൺ പോയിട്ടില്ല. സങ്കടമുണ്ട് പറയുന്നത്. അതിനും പോവാലോ, അതിന് പോവാ. ഞങ്ങൾ പ്ലാൻ ചെയ്തു, പിള്ളേരെ പോകുന്നത് പ്ലാൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഒരു ഹണിമൂൺ പോയിട്ടില്ല, ഞങ്ങളുടേതായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല. നിങ്ങളൊക്കെ ഇവര് എല്ലാവരും നമ്മുടെ ഇപ്പൊ ഓഡിയൻസ് കാണുന്നത് കൊണ്ട് യൂട്യൂബിൽ വന്ന് വൈറലായിട്ടൊക്കെയാണ് നമ്മളെ കാണുക. ലൈഫ് ഉണ്ട്. ഓക്കെ, ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കഷ്ടപ്പാടും നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ അത്രയും ബുദ്ധിമുട്ട് ഞങ്ങളുടെ ലെവലിൽ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ കഷ്ടപ്പെട്ട് തോന്നണമെന്നില്ല. പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും ഇത്രയും ഡൗൺ ആയിട്ടല്ലേ ഞങ്ങൾ വരുന്നത്. പക്ഷെ അതിനു മുമ്പ് വലിയൊരു ലൈഫ് ജീവിച്ചാണ്. കാരണം ഞങ്ങൾക്ക് ബിസിനസ് തന്നെയായിരുന്നു. സ്റ്റാർട്ടിങ് ഒരു ലാസ്റ്റ് ഒരു 7 years 8 years ആയിട്ട് ബിസിനസ്സാണ് ചെയ്യുന്നത്. കല്യാണത്തിന് മുമ്പും ബിസിനസ് ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞു പോയി. വലിയ ഒരു 10-30 ലക്ഷം 40 ലക്ഷം അടുത്ത് ലോസായി. അപ്പൊ അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോഴാണ് കല്യാണം തീരുമാനിക്കുന്നത്. കല്യാണം തീരുമാനിച്ച് അതൊന്നും ഓക്കെ വരുന്ന സമയത്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നാണ് തുടങ്ങിയത്. അപ്പൊ ഞങ്ങളുടെ നല്ലൊരു ലൈഫ് ഉണ്ടാവും. നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു ഹാപ്പി സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ടൈം ഞങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഞങ്ങളത് പറയും. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ട ഒരു സമയം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടേ ഇല്ല. കാലാവസ്ഥ അങ്ങനെ ഞങ്ങൾ ആളെന്നെ പ്രപ്പോസ് ചെയ്യുന്നു. പ്രപ്പോസ് ചെയ്തിട്ട് ഞാനപ്പോ ആദ്യം നമ്മള് വേണ്ടാന്നുള്ളൊരു തീരുമാനം. കാരണം ഞാൻ ആളെ കണ്ടിട്ടില്ല, എനിക്ക് പരിചയം. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, നല്ല എല്ലാ ആളെയും. പൊളിറ്റിക്കലി രണ്ടുപേരും നല്ല ആക്റ്റീവ് ആയിരുന്നു ആ സമയത്ത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും പറയുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന 2 പേരായിരുന്നു. ഇപ്പൊ പ്രവർത്തനമൊന്നുമില്ല. അങ്ങനെയാണ് ഞങ്ങള് ഫസ്റ്റ് ആയിട്ട് കണ്ടുമുട്ടി. അങ്ങനെയാണ് ആളെന്നോട് ഇഷ്ടപ്പെടുന്നത്. അപ്പോഴൊക്കെ ഞാൻ ആദ്യം വേണ്ട, എനിക്ക് താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ പോയാൽ മതിയായിരുന്നു. ആവശ്യമില്ലാണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങള് പോട്ടോ. ചേച്ചിക്ക് ചേച്ചിയല്ല സോറി അറിയാത്തോണ്ടാ ഇതിലും പറയണം. ഞങ്ങള് 2 പേരും ഒരുമിച്ചുള്ളപ്പോ പക്ഷെ വൈബല്ലേ. ഇപ്പൊ എല്ലാവരും പ്രശ്നമൊന്നുമില്ല. നാട്ടുകാർ വേണം വിചാരിക്കും ഡെയിലി അടിയാതെ. പക്ഷെ ഞങ്ങള് പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് സോണാണ്. ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡിനേക്കാൾ ഉപരി പിള്ളേരിക്കുമ്പോഴാണ് ഞങ്ങൾ അച്ഛനമ്മ. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് അടി, അത് ഡാവോള, അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മില്. എല്ലാവരോടും കൂടെ പറയാം. ഏട്ടന്റെ കോഴിത്തരൊക്കെ എനിക്കറിയാം. അങ്ങനെ എനിക്ക് റിപ്ലൈ കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു കണക്ഷനാണ് ഞങ്ങൾ തമ്മില്. പിന്നെ ഞാൻ ആദ്യം ലവ് സ്റ്റോറി വരുമ്പോ ഞാൻ ആദ്യം എതിർത്തു. പിന്നെ ഞങ്ങള് ശരി വേണ്ടത്. പിന്നെ ആള് പറഞ്ഞു ഇല്ല എനിക്ക് പറ്റില്ല, എനിക്ക് ഓൾറെഡി അതിന് മുമ്പ് ഒരു ബ്രേക്കപ്പ് ആയിരിക്കും, ഏട്ടനും ഒരു ബ്രേക്കപ്പ് ആയിരിക്കും. അപ്പൊ എനിക്കൊരു റിലേഷനോട്ട് ഒട്ടും നൽകുന്നില്ലായിരുന്നില്ല. ഈ ബ്രേക്കപ്പ് വെച്ചല്ലേ ആദ്യം വന്നത്? ബ്രേക്കപ്പിന്റെ എല്ലാ ആളുകളും ഇങ്ങനെ തന്നെ അവരുടെ ഈ ബ്രേക്കപ്പ് വെച്ചല്ലേ ചേച്ചിയുടെ അടുത്ത് കമ്പനി ആയത്? ബ്രേക്കപ്പിനെ പറ്റി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പാട്ടാണ്. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. ഒരു പാട്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഒന്ന് സെറ്റ് ആയ സ്റ്റോറി ഉണ്ട്, കവിത. ഒരു
കവിത എന്തായാലും പാടണം. ഓക്കെ, പറയൂ. അങ്ങനെ പിന്നെ ആള് കൊറേ നാളെഞ്ഞപ്പോ എന്റെ അടുത്ത് വീണ്ടും പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് ഇഷ്ടമാണ്, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം. അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കുകയാണെങ്കിൽ മാത്രം മതി, വെറുതെ റിലേഷൻ നാളെ പറഞ്ഞിട്ട് വേണ്ട പറഞ്ഞിട്ട് പോവാനാണെങ്കിൽ വേണ്ട പറഞ്ഞു. ഓ സെറ്റ് എന്നൊക്കെ പറഞ്ഞു. 6 മാസം കഴിഞ്ഞു, എന്റെ അമ്മ എന്നെ സമ്മതിച്ചില്ല, നമുക്ക് ബ്രേക്കപ്പ് ആവും. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അപ്പോഴും ഞാൻ പറഞ്ഞു ഇത് ആലുവേ ഞാൻ പറഞ്ഞതല്ലേ വേണ്ട. ഞങ്ങള് വിചാരിച്ച ആർക്കും അറിയില്ല, അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയായിരുന്നു, എല്ലാരും അറിഞ്ഞു. അത് ഒന്നാമത് ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ട് ഇപ്പൊ ഞാൻ ടൗണിൽ പോവാണെന്നുണ്ടെങ്കിൽ ഏട്ടനെ വണ്ടി നിർത്തി ഞാൻ വണ്ടി കയറി പോകും, അപ്പൊ എല്ലാരും കാണും. അപ്പൊ വീട്ടിൽ മറച്ചൊന്നും ചെയ്തിട്ടില്ല, പബ്ലിക്കലി എല്ലാം അങ്ങനെ ഒന്നും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ പോകുമ്പോ ഇവരെ വിചാരിച്ചു ഇവര് ഡെയിലി ഒരുമിച്ചാ പോണ്, ഇതിന് വലിയ പ്രശ്നങ്ങളാ. വീട്ടിൽ പോയ വേറൊരു പ്ലഷർ, ഇവിടെ വന്ന വേറൊരു പ്ലഷർ, അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ പ്രശ്നം ഉണ്ടായി. പിന്നെ ഫാമിലി, ഏട്ടന്റെ ഫാമിലിയും എന്റെ ഫാമിലിയും ഒന്നാമത് ഞങ്ങള് വേറെ കാസ്റ്റ്, അപ്പൊ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ ചിന്താഗതിയൊക്കെ അങ്ങനെയാണ്. നമ്മൾക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ അങ്ങനെ പിന്നെ ബ്രേക്കപ്പ് ആയി ആദ്യം. അല്ല എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ആളുടെ വീട്ടിലൊക്കെ പോയപ്പം അപ്പൊ ഞാൻ വീട്ടുകാരടുത്തും പറഞ്ഞ കാര്യം ആളാണ് എന്നെ പ്രപ്പോസ് ചെയ്തത്, ആളെന്നെ വേണ്ട പറഞ്ഞോട്ടെ ഞാൻ മാറി തന്നോളാം എന്നുള്ള. അപ്പൊ ശരിയാണ്, അങ്ങനെ ബ്രേക്കപ്പ് ആയി. പക്ഷെ ആ ബ്രേക്കപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ? പറ്റിയില്ല, അതുകൊണ്ട് പക്ഷെ ഞാൻ അങ്ങനെ അതായത് ബ്രേക്കപ്പ് ആയി. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒരാളെ ഫോഴ്സ് ചെയ്തിട്ട് എന്റെ അടുത്തേക്ക് വാന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കാനുള്ള ഒരു റൈറ്റ്സ് നമുക്കില്ല. നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. നേരത്തെ സ്റ്റോറി പറഞ്ഞപ്പോ ബിസിനസ് കുറച്ച് ലോസ് ഒക്കെ ആയി, ഭയങ്കര അത്രയും അടുത്ത സുഹൃത്തുക്കൾ എന്നുള്ളവരാണ് നമ്മളെ ഭയങ്കര പ്രശ്നങ്ങൾ കൊണ്ടിട്ടതും പിന്നെ വലിയ വലിയ കടങ്ങളിലേക്ക് മാറിയതും. അപ്പൊ ആ സിറ്റുവേഷനാണ്. അപ്പൊ എനിക്ക് ഫാമിലിയിൽ നിന്നൊന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഞാൻ ബിസിനസ് തുടങ്ങിയതും ഒന്നും ചെയ്തൊക്കെ. ഞാൻ ഡെയിലി ജോലി എടുത്തുണ്ടാക്കി അതിന്ന് കുറച്ച് പൈസ മാറ്റി വെച്ച് അങ്ങനെ ചെയ്തു വന്ന. അപ്പൊ എനിക്ക് ആ ഒരു പ്ലഷറിന്റെ ഇടയിൽ കൂടിയാണ് ഇവിടെ ഡെയിലി കുടുംബാവിയാണ്. അല്ല പക്ഷെ വേറെ ഒന്നും വിളിച്ചു പറയില്ല, മറ്റേ സൊള്ളലൊന്നുമില്ല. എപ്പോഴും എവിടെ പോയാലും ചോദിച്ചോണ്ടിരിക്കും എവിടെയാ എന്താ. എന്റെ വർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ലേ, ഇങ്ങോട്ട് വരുന്നില്ല. കേരളത്തില് അഡ്മിഷൻ വർക്കൊക്കെ ചെയ്യുമ്പോ സീസൺ ടൈമിൽ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഇടുമ്പോ ഞങ്ങൾ ഓൾ കേരള ബേസിൽ ഇങ്ങനെ ഓടിയൊക്കെ ചെയ്യാം. അപ്പൊ എവിടെയും പോയി കഴിഞ്ഞാൽ അവിടെ ആരൊക്കെ ഉണ്ട്, അവിടെ എന്താ. അപ്പൊ ഇതിങ്ങനെ കിറ്റി കയറിയതായി. ആ പ്രശ്നം ഈ പ്രശ്നം കൂടെയൊക്കെ മിക്സ് ആയപ്പോ നിർത്തി, ബ്രേക്കപ്പ് ഒക്കെ പറഞ്ഞു. പക്ഷെ അതിൻ്റെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി വേറെ ആരും എന്റെ ഒപ്പം വരില്ല. ഫസ്റ്റ് നോക്കുമ്പോ എന്റെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണ്. പിന്നെ രണ്ടാമത് ശരി ഓക്കെ ഞാൻ തന്നെ ഇനി പോയി സംസാരിക്കാം, പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റില്ല നമുക്ക് റിലേഷൻ തുടരാന്ന് പറഞ്ഞു. അങ്ങനെ തോന്നുന്നു ഇടയിലൊക്കെ കുറെ എന്തായാലും ഒരു ലവ് സ്റ്റോറി തുടങ്ങുമ്പോ ഒരു 5-6 ബ്രേക്കപ്പ് ഉണ്ടാവും. ഞങ്ങളിൽ അതുപോലെ ചിന്ന ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ആള് ഗൾഫ് പോയി. കാരണം ഇവിടുന്ന് മാറ്റുന്നേ ഞങ്ങള്. പക്ഷെ ഗൾഫ് പോയപ്പോഴാണ് ഞങ്ങൾ ഒന്നും കൂടെ ഭയങ്കര ക്ലോസ് ആയത്, ലോങ് ഡിസ്റ്റൻസ് ആയില്ലേ. അപ്പോൾ ഡെയിലി വിളിച്ച് ഞങ്ങള് ഭയങ്കര കണക്ഷനായി. ഗൾഫിൽ പോയി വന്ന് അധികം വൈകാതെ ഞങ്ങള് കല്യാണം കഴിച്ച. വീട്ടില് ഭയങ്കര പ്രഷറായിരുന്നു, നല്ല പ്രശ്നമായി. പ്രശ്നം നല്ല വഷളായി. കുറെ കാസ്റ്റ് വേറെ, പിന്നെ ഭംഗി, നിറം, അങ്ങനെയൊക്കെ കുറെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാരും ഭയങ്കര പ്രശ്നമായി. പേട്ടൻ പറഞ്ഞു നമുക്ക് കെട്ടാ, ഇനിയും കൂടെ വൈകി പോയാൽ പ്രശ്നം കൂടുതൽ വഷളാവും. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പൊ എനിക്ക് 20 വയസ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും കൂടെ ലൈഫിൽ സെറ്റ് ആവണമെന്ന് ആഗ്രഹം. പക്ഷെ എനിക്ക് പിന്നീട് തോന്നിയിട്ടാ കുറച്ചുകൂടെ സമയം കൊടുക്കായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഒരു എഡ്യൂക്കേഷൻ അതുകൊണ്ടാണ് ഇപ്പൊ പഠിക്കാനൊക്കെ വിടുന്നത്. കാരണം അപ്പൊ ഞങ്ങളുടെ ഫാമിലി ലൈഫ് ഒരു സർക്കിൾ ഉണ്ടെങ്കിലും അതല്ലാണ്ട് അവളുടേതായിട്ടുള്ള പേഴ്സണൽ ലൈഫ് അവൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഫ്ലോ ഓടിക്കൊണ്ടിരിക്കുന്നത്. പഠിക്കാനാണെങ്കിലും അവളുടെ ഇഷ്ടങ്ങൾ, അവളുടെ കാര്യങ്ങളൊക്കെ അവൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല. ഇൻക്ലൂഡിങ് ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും അടക്കം എല്ലാ മന്ത്ലിയും 2 ഈക്വല് ചെയ്യുക. ഇപ്പോഴല്ല, തുടക്കം തൊട്ട് കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് ഇത്രയും കാലം 2 ജോലിയിലായിരുന്നു. ഇത്രയും കാലം വരെയും ഞങ്ങൾ 2 ഈക്വൽ ആയിട്ടാണ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ 2 വീട്ടുകാരുടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു അവർക്ക് താല്പര്യമില്ല, നിങ്ങളായിട്ട് കെട്ടാണെങ്കിൽ കെട്ടിക്കോന്ന് പറഞ്ഞു. ഞങ്ങളൊരു 100 പേരെ വിളിച്ച് അമ്പലത്തിൽ പോയി. 100 പേരുണ്ടായിരുന്നു. എല്ലാരും വിചാരിച്ചു
വിചാരിച്ചു ഒളിച്ചോട്ടമൊന്നുമല്ല. ആക്ച്വലി അറിയുന്നത് അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എനിക്ക് അറിയുന്നത് എന്താണ്, കാരണം ഞങ്ങൾ ആ ഒരു ഞാൻ ആ വീഡിയോ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് കോവിഡ് ടൈം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് അല്ലേ? കോവിഡ് ടൈം ആയതുകൊണ്ട് അത്ര ആൾക്കാരില്ല, ഇങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. സംഭവം ഞങ്ങൾ ഒരാഴ്ച മുമ്പ് സേവ് ദ ഡേറ്റ് അടിച്ചു. ഞങ്ങൾ സേവ് ദ ഡേറ്റ് എടുത്തു. ഒളിച്ചോട്ടാണ് സേവ് ദ ഡേറ്റ് അടിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് അല്ല വീട്ടിൽ പറയുന്നുണ്ട് കെട്ടിച്ചേരുവോ ചോദിക്കുന്നുണ്ട്. സീരിയസ് ആണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ റീലൊക്കെ ഇടും. അന്ന് റീല് പറഞ്ഞ ടിക്ടോക്കിലിട്ടാ. അപ്പൊ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യും കല്യാണത്തിന് മുമ്പ്. അപ്പൊ എന്താ വെച്ചാൽ അതുപോലെയാണെന്ന് വിചാരിച്ചിട്ട് അവര് തമാശനെ വേണ്ടിയിരുന്നു. പിന്നെ സേവ് ദ ഡേറ്റ് അടിച്ച് ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സ് സർക്കിളൊക്കെ വന്ന് ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിലേട്ടാ. ക്യാമറ ഒക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുത്ത് അമ്പലത്തിലാ താലി കെട്ടിയത്. അയ്യോ എനിക്ക് തോന്നണേ നമ്മള് നോർമലായിട്ടൊരു കല്യാണം വെച്ചാൽ പോലും അങ്ങനെ ഒരു താലി കെട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ കൊറേ അതായത് നോർമലി എല്ലാവരുടെയും പോയി പൂജാരി പറയും താലി കെട്ടല്ലേ. പക്ഷെ ഞങ്ങളുടെ കല്യാണത്തിന് ഇങ്ങനെ എന്താണ് ഹിന്ദുക്കളിൽ തന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ പരസ്പര സമ്മതം ചോദിച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ സാധാരണ ഞങ്ങൾ വേറെ പുറത്ത് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഗുരുവായൂർ തന്നെ ഞങ്ങൾക്ക് വല്ലാത്തൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ കൊച്ചിന് ചോറുകൊണ്ട് പോയിട്ട് മെയിൽ ഐ ഡി എഴുതി കൊടുക്കും, നമ്മുടെ ഫോട്ടോ എടുത്ത് അയച്ചിട്ട്. അതിൽ ആൻമേരി ജോസഫ് എഴുതിയത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഫോട്ടോ കിട്ടാതെ വന്നൊരു സിറ്റുവേഷൻ ഉണ്ട് ഗുരുവായൂരിന്ന്. ഞങ്ങൾ തിരിച്ച് പ്രതികരിച്ച് പോയിട്ടൊന്നുമില്ല, കാരണം ഇതുവരെ അവിടെ പറഞ്ഞില്ല. ഇത് എക്സ്ക്ലൂസീവ് വേട്ടാ. അങ്ങനെയല്ല, അങ്ങനെ ആ ഒരു ദേവസ്വം, കാരണം അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അവരുടെ അജണ്ട ആയിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലല്ലേ, നമ്മൾ ആ ഒരു ബേസിലാണ് അവിടെ പോയി ചോറ് കൊടുത്തും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം അവിടെ നിന്നുണ്ടായതുകൊണ്ട് ഈ അമ്പലത്തിൽ വന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അപ്പോഴാണ് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. കാരണം അവര് എല്ലാം ഈക്വലി പേര് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ ജോസഫ് എന്നുള്ള പേര് മൊത്തം പറഞ്ഞിട്ടാണ് അവിടുത്തെ ആ പൂജാരി ഞങ്ങൾക്ക് താലി വരെ എടുത്തു തന്നത്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ട് ശ്ലോകമൊക്കെ നമ്മുടെ പേരിൽ ശ്ലോകമൊക്കെ ചൊല്ലി അങ്ങനെ. ഞാൻ ഇതുപോലെ ഒരു അറേഞ്ച് മാരേജിൽ പോലും ഒരു പൂജാരി അങ്ങോട്ടും ഇങ്ങോട്ടും ശ്ലോകം ചൊല്ലി താലി കെട്ടുന്ന കണ്ടിട്ടില്ല. പൂജാരി പറയുമ്പോ എടുത്ത് കെട്ടല്ലേ. ഇത് ആദ്യം പറഞ്ഞ് രണ്ടുപേരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നവിടുന്ന് ഇന്നത് വരുന്നു. ഞങ്ങളെ കുറെ എന്തോ സംസ്കൃതമാണ് ഞാൻ പഠിച്ചതെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി. നമ്മളെ അവര് ആദ്യം ഒന്ന് എന്താ പറയാ നമ്മളെ ഒന്ന് ആശീർവദിക്കണ ആ സംഭവം കഴിഞ്ഞിട്ടാണ് താലിയൊക്കെ കെട്ടി. ഞങ്ങള് കല്യാണം കഴിക്കുന്ന ഒരാഴ്ച മുന്നേ ഞങ്ങളൊരു ചെറിയൊരു അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പ്ലാൻ ആണ് ആക്ച്വലി അപ്പോ അല്ലേ? പക്ഷെ നമ്മൾ എന്താ വിചാരിച്ചേ, നിങ്ങൾ ഓൾറെഡി എന്താണ് പെട്ടെന്ന് ഇറങ്ങിയ ഒരു കല്യാണം. സത്യം പറയുള്ളൂ, ഞാൻ ഇതേവരെ ഞാൻ അങ്ങനെ കേട്ടോ വിചാരിച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എവിടെ പറഞ്ഞിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കത് ഉറപ്പാ, ഇത്രയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നേരത്തെ കമന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? മീൻസ് പല ആൾക്കാരാണ്, പല രീതിയിലുള്ളതാണ്. പക്ഷെ നമ്മള് ഒരാളെ ഇത്രയും ബോഡി ഷെയിം ചെയ്യുന്ന നിങ്ങളുടെ വീഡിയോസിന്റെ അടിയിൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടവും വരാറുണ്ട്, ദേഷ്യവും വരാറുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എനിക്ക് അത് ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളത് അനുഭവിക്കണേ? അല്ല, സംഭവം വന്നിട്ട് ആദ്യമൊക്കെ ഇവള് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഇവ അങ്ങനെ പറയുന്നു. പിന്നെ തോന്നിയത് ആരെങ്കിലും നമ്മുടെ കുടുംബക്കാരായിരിക്കും പറയുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മളൊക്കെ വല്ല ദേഷ്യം അതിലേക്കുള്ളതായിരിക്കും. പിന്നെ ഞങ്ങള് വേറെ കുറെ വ്ളോഗേഴ്സിനെ കണ്ടപ്പോ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കംപ്ലൈന്റ് കൊടുത്ത് റിസൾട്ട് ഒക്കെ കിട്ടുമ്പോൾ മനസ്സിലായത് വേറൊരു സ്ട്രാറ്റജിയാണ് ഈ നെഗറ്റീവ് കമന്റ്സ് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തറിയോ, അതിനെക്കുറിച്ച് യൂട്യൂബ് വീഡിയോ വരെ നിർത്തി വെച്ച ആള് അതറിയോ. ഒരു വ്ളോഗ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇനി കുറച്ച് കാലത്തേക്ക് വീഡിയോയിലൊന്നും ഇല്ല ഗൈസ്. സംബന്ധാ ഞാൻ മെന്റലി ഭയങ്കര ടയർഡ്, അത്ര കോപ്പാണ്. അതിന് പിറ്റേഴ്സ് മന്തിയല്ല, സോറി ബിരിയാണി 3 മെന്റലി ഭയങ്കര ടയർഡാണ്. ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ പറയട്ടെ. പിന്നെ നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞാൽ ഞാൻ ഇതേപോലെ പിന്നെ എനിക്ക് ഓട്ടമില്ല, എന്തോ ആവട്ടെ, എന്തോ പറയട്ടെ. കാരണം അവർക്ക് നമ്മളെ പേഴ്സണലി അറിയുകൂടിയില്ല. രണ്ടാമത്തെ കാര്യം, ഇടുന്ന കമന്റ്സ് ഒന്നും പ്രൊഫൈൽ ഇല്ലാത്ത അക്കൗണ്ടുകളാണ്. എനിക്കും അറിയില്ല. അല്ല അവർ സീരിയസ് ആയിട്ട് ഒരു കാര്യം എന്റെ അടുത്ത് എപ്പോഴും പറയും, ഇന്റർവ്യൂ എടുക്കും വേണമെങ്കിൽ സംസാരിക്കാൻ പറഞ്ഞാൽ എല്ലാരും കമന്റ് ഇടാറുണ്ടല്ലേ? ഇന്നെന്ത് ഭാഗ്യം പറഞ്ഞില്ലേ, ഇന്ന് അറിയില്ല, എനിക്ക് വയ്യാത്തോണ്ട്. എനിക്ക് വയ്യായിട്ടൊന്നും തോന്നുന്നു, എനിക്കറിയില്ല തോന്നുന്നുണ്ടോന്ന്.
ചേച്ചി പറഞ്ഞോ. എനിക്ക് ആദ്യം ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, കാരണം ഒന്നാമത് കമന്റ് ഇടുന്ന അക്കൗണ്ടിൽ ഒരു പ്രൊഫൈൽ പോലും ഉണ്ടാവില്ല. ചിലരൊക്കെ ചോദിക്കാണ്ടെങ്കിൽ നിങ്ങളല്ല നിങ്ങളുടെ വീഡിയോയുടെ റീച്ച് കൂട്ടാൻ കമന്റ് ഇടണമെന്ന്. എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് ഒരാളെ അങ്ങനെ പറയുന്നത് പോലും ഇഷ്ടമില്ലാത്ത ഒരാൾ. അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. അത് വേറൊരാളുടെ അടുത്ത് നമ്മൾ തമാശക്ക് പോലും പറയുമ്പോ അവർക്ക് എങ്ങനെ ഹേർട്ട് ചെയ്യുന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. മാക്സിമം ഞാൻ അങ്ങനെയൊന്നും ആരെ ഇതാക്കാറില്ല നമ്മുടെ അനുഭവത്തിൽ നിന്ന്. എല്ലാരും ചോദിക്കും നിങ്ങളാണോ കമന്റ് ഇടുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ കമന്റ് ഇട്ടിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നും നേടാനില്ല. പിന്നെ ചില കമന്റ്സ് ഒക്കെ നമുക്ക് ഇപ്പോഴും കണ്ടാൽ ചിലപ്പോ വിഷമം തോന്നും. പിന്നെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. കാരണം അത് ചിലപ്പോ അവരാഗ്രഹിക്കുന്നത് അതായിരിക്കും. അതോർത്തിട്ട് നമ്മള് ഡള്ളാവണമെന്ന്. ഡൈമണ്ടാ അവരാഗ്രഹിക്കുന്നത് എന്തായിരിക്കും? കാരണം ഈ കമന്റ് വായിച്ച ആ കുട്ടി ഡള്ളാണോ? ചിലപ്പോ നമ്മൾ സങ്കടപ്പെടുമ്പോ സന്തോഷിക്കുന്ന സൈക്കോ പാത്തുകളായിരിക്കും അത്. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. എങ്ങനെ പറയാ, ഇതിലൊരു സുഖം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പറയുമ്പോ ഒരു ആത്മശാന്തി. സൈക്കോ അതാ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ട്രോൾ കിട്ടുമ്പോ ഇവർക്കും ട്രോൾ കിട്ടണം. അതുകൊണ്ട് ഞാൻ തിരിച്ചു പറഞ്ഞതേ ഉള്ളൂ. അല്ലേ, അത് തന്നെയാ സൈക്കോ എന്ന് പറയണേ അല്ലേ? അങ്ങനെയുള്ള അപ്പൊ ഞാൻ വിചാരിച്ചു. പിന്നെ ഇപ്പോഴൊന്നും ഞാൻ അതൊന്നും, ഇപ്പോഴും ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. നെവർ മൈൻഡ്. ഈ കമന്റ് ഒക്കെ ഇങ്ങനെ കുത്തി ഇരുന്ന് നോക്കാറുണ്ടോ? ഉണ്ടായിരുന്നു. അതിനൊരു സങ്കടം എല്ലാവരും പറയാറുണ്ട്. കാരണം റിപ്ലൈ തരുന്നില്ല. അതിന് സമയമില്ലാണ്ടൊന്നുമല്ല കേട്ടോ. കമന്റ്സ് കാണുമ്പോ ലൈക്ക് ചെയ്ത് പോകും. ചിലതൊക്കെ റിപ്ലൈ കൊടുക്കും. പിന്നെ നമുക്ക് ഒരു നെഗറ്റീവ് കമന്റ് കണ്ടാൽ പിന്നെ നമ്മുടെ മൈൻഡ് ചിലപ്പോ പോകും. അതെ, ഞങ്ങൾ ആദ്യം പറയായിരുന്നു ലൈക്ക് ചെയ്യുക. ആദ്യം നമ്മൾ പറയായിരുന്നു ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റായി രേഖപ്പെടുത്തും ഞങ്ങൾ പറയുന്നു. ഇപ്പൊ ഞങ്ങൾ ആ വാക്ക് പറയാനില്ല. നിർദ്ദേശം വേണ്ട. അതെ അതെ, ഈ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഈ കളിയാക്കലൊക്കെ ഉണ്ടെന്ന്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി ആക്ച്വലി കല്യാണം കഴിഞ്ഞിട്ട്? 4 വർഷം കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 4 വർഷവും എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെ ചേച്ചി ആ ഒരു ബോഡി ഷെയ്മിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ കളിയാക്കാറുണ്ടോ? ഫേസ് ടു ഫേസ് ആരെങ്കിലും കളിയാക്കാറൊക്കെ? ഇതുവരെ ഞാൻ അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ വേറെ ചെയ്യാൻ കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം ചോദിച്ചു. പിന്നെ അതല്ലാണ്ട് വേറെ മറുപടി പറയുന്നുണ്ട്. അത് നമ്മൾ പറയാൻ പറ്റില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഒരു ഷോസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മീൻസ് ഇപ്പൊ സദ്യയുടെ കൂടെ അല്ലേ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പൊ അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം. പിന്നീട് ആ ഒരു അർത്ഥത്തിലെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടന് മെസ്സേജ് അയക്കാറുണ്ട് തോന്നുന്നു. പക്ഷെ ഞാൻ എന്റെ അടുത്ത് സംസാരിക്കണം എന്ന് മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഏട്ടൻ എന്റെ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് പറയാറുമില്ല. ഞാനായിട്ട് മെസ്സേജ് കാണും. പക്ഷെ ഞാൻ ഇന്നേ വരെ തിരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, മിണ്ടാനും പോയിട്ടില്ല. കാരണം പിന്നെ ഞാൻ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പഠിച്ചു. ഞാൻ ഒരാളെ സ്നേഹിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടെ കൊണ്ട് നടക്കും. എനിക്ക് ഒരാളെ വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഭാഗം തിരിഞ്ഞ് നോക്കാറേ ഇല്ല. അതറിയാം. ഇനി നമുക്ക് കോളേജിൽ കേട്ടൊരു കവിത കേട്ടാലോ? പറഞ്ഞ പാടി കവിത. സ്കൂൾ കോളേജ്. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഞാൻ തന്നെ എന്താ ചോദിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കൊരു കിളിപോയി. അതെ ഓക്കെ, നമുക്ക് കവിത കേൾക്കാം. നാളെ ഈ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? തോരണങ്ങളിൽ സന്ധ്യ ചേക്കേറുന്നു, പൂമരങ്ങൾ പെയ്തു തോരുന്നു. തോരണങ്ങളിൽ സന്ധ്യ ചേക്കേറുന്നു, പൂമരങ്ങൾ പെയ്തു തോരുന്നു. പ്രേമമായിരുന്നെങ്കിൽ സഖാവേ, പേടിയായിരുന്നെന്നും പറഞ്ഞിടാൻ. പ്രേമമായിരുന്നെങ്കിൽ സഖാവേ,
പേടിയായിരുന്നെന്നും പറഞ്ഞിടാൻ വരും ജന്മമുണ്ടെങ്കിലീ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും. വരും ജന്മമുണ്ടെങ്കിലീ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും. നാളെ ഈ പീതപുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണു. സൂപ്പർ. കൊറേ ഇപ്പൊ പിള്ളേർക്ക് താരാട്ട് പാടലല്ലാതെ വേറെ പാട്ടൊന്നും പാടില്ല. കണ്ണാമ്പി ഒരു പാട്ട് പാടിക്കാൻ എന്താ എനിക്ക് പാടാറില്ല. അറിയില്ല. എന്നിട്ട് പാടുന്നവരെ കളിയാക്കുകയും ചെയ്യും. കളിയാക്കില്ലല്ലോ, സൂപ്പറായി പാടും. അവർക്കാണെങ്കിൽ ഒരു പാട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിള്ളേർക്ക് അതന്നെ റിപ്പീറ്റ് അടിച്ച് പാടണം. സോ ചിലപ്പോ അരമണിക്കൂർ എടുക്കും ഉറങ്ങാൻ. പാട്ട് കഴിഞ്ഞാൽ ആ പാട്ടിനെ വീണ്ടും പാടണം. പാട്ട് മാറ്റിയ ആള് കരയും. കോഴ്സ് പഠിക്കണെന്ന് പറഞ്ഞില്ലേ, അന്നൊരു ഫാഷൻ ഷോയിൽ ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അതാണ് ഒരു അമ്മയാണ് എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ആ ഒരു സ്പീച്ച് പെട്ടെന്ന് എനിക്ക്, ഇപ്പൊ എനിക്കെന്നല്ല എല്ലാവർക്കും ഭയങ്കരമായിട്ടും മോട്ടിവേഷൻ ഉണ്ടായ ഒരു കാര്യമാണ്. അതിന്റെ ഇടയിൽ വന്ന് കമന്റ് ചെയ്ത നല്ലതാണെന്ന് പറഞ്ഞ ആൾക്കാർ തന്നെയായിരിക്കും മേ ബി നിങ്ങളുടെ യൂട്യൂബിന്റെ അടിയിൽ വന്നിട്ട് മോശപ്പെട്ട കമന്റ് ഇടുന്നത്. എന്തിനാണ് ഇത്രയും കറുത്തിട്ടാണ്, അല്ലെങ്കിൽ എന്താ, ഇപ്പം നിങ്ങൾ തന്നെ കമന്റ് വായിക്കുമ്പോൾ മനസ്സിലാവും. അതെ, കമന്റ് ഉണ്ടായിരുന്നു ലൈറ്റ് ഇടരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പം ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് ചേട്ടൻ എന്താ തോന്നണേ? എനിക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങള് പണ്ടൊരു പ്രാങ്ക് ചെയ്തിട്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ ഇവിടെ കരയിപ്പിച്ചു എന്നുള്ള ഒരു ബേസിൽ നെഗറ്റീവായിട്ടൊരു റിയാക്ട് ചെയ്യുന്ന ഒരു വ്ളോഗർ, പേര് പറയുന്നില്ല, അത്ര പേഴ്സണലി അറിയുന്ന ആളാണ്. ഓക്കെ, ആള് നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളെ എങ്ങനെയൊക്കെ ചെയ്ത് ഇതാക്കുന്നുണ്ട്. ഇതേ ആള് തന്നെ നാളെ ഞങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ, ഈ പറഞ്ഞ ബോഡി ഷേമിങ്ങിന്റെ പേരിൽ ഞങ്ങൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തപ്പോൾ അതിനെതിരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ട് ഈ പറഞ്ഞ ആളും അതുപോലെ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, രണ്ടും എടുക്കുന്ന കാഴ്ചപ്പാടാണ്. ഇപ്പൊ ഒരാള് ഇപ്പൊ നല്ലതാണെന്ന് പറഞ്ഞിട്ട് നാളെ നല്ലതല്ല എന്ന് പറയണമെന്നില്ല, ഇന്ന് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് നാളെ നല്ലതാണെന്ന് പറയണമെന്നില്ല. എനിക്ക് ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ഞാനും കറുത്തത് അവളും കറുത്ത് പറയുമ്പോ ഇനിയിപ്പൊ എന്നെ കളിയാക്കുക പോലെ അവളെ എല്ലാരും കളിയാക്കുക എന്നുള്ളൊരു ഇത് കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് അങ്ങനെ ഇല്ല. എനിക്ക് ഇനി അടുത്തുണ്ടാവണം, കുട്ടി എന്നെ പോലെ ഉണ്ടാവണം. അപ്പൊ ആൾക്കാർ എന്താ പറയാ എന്ന് എനിക്ക് അറിയണം, എന്തൊക്കെ പറയുമല്ലോ എന്ന്. അതാണ് എന്റെ ഒരു ആഗ്രഹം. ആദ്യം ഫുള്ള് വിഷ്വലൈസേഷൻ ഒക്കെ ആയിരുന്നു, അതുപോലെ കിട്ടി. രണ്ടാമത് പിന്നെ ഫ്രണ്ട്സ് ഭയങ്കര ടാസ്ക് ആയിരുന്നു. അത് കുറച്ച് ഡിപ്രഷൻ സ്റ്റേജൊക്കെ പോയി. കാരണം എന്താണ് ഞാൻ പറയാ, ഡിപ്രഷൻ പോയി എന്തോ ഒരു വേർഡ് പറയല്ലോ, അത് ഡെലിവറി കഴിഞ്ഞിട്ട് പ്രീ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. അതായത് ഭയങ്കര പ്രശ്നമാണ്. സൂസൈഡ് വരെ പോകും. ആൾ മരിച്ചിട്ട് അങ്ങനെയൊക്കെ പോയി. പിന്നെ ഞാൻ അതൊരു കെയർ ചെയ്യില്ലായിരുന്നു, തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു 6 മാസം. എനിക്ക് പിന്നെ 6 മാസം നോക്കിയിട്ടേ ഇല്ല. ഫസ്റ്റ് ഡെലിവറി വരുമ്പോ ഇവളെ അതുപോലെ നോക്കിയിട്ടുണ്ട്. കാരണം 24 മണിക്കൂർ കൂടെ നിന്ന് പറ്റുന്ന പോലെ അത്ര കെയർ ചെയ്തിട്ടൊക്കെ നോക്കിയിട്ടുണ്ട്. ഇരിക്കുന്ന കുറച്ച് സമയം ഫുൾ ടൈം ഇരുന്ന് നോക്കിയിട്ടുണ്ട്. രണ്ടാമത് പ്രഗ്നൻസി നോക്കിയിട്ടേ ഇല്ല. 6 മാസം കഴിഞ്ഞ് ആള് ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്തത്. അതായത് രണ്ടാമത്തെ ഡെലിവറി എനിക്ക് അവളുടെ ഓപ്പറേഷൻ ആയിരുന്നു. അപ്പൊ ഇതും ഓപ്പറേഷൻ തന്നെ വേണ്ടിട്ട് മാർച്ച് 27 ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. 26 വന്നിട്ട് അഡ്മിറ്റ് ആയിട്ട് 27 ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. പക്ഷെ എനിക്ക് എന്റെ ബർത്ത്ഡേ മാർച്ച് 21 ആണ്. ബർത്ത്ഡേ കഴിഞ്ഞ് 23 മാർച്ച് 23 ഒരു രാവിലെ ഒക്കെ ആയപ്പോ എനിക്ക് ചെറിയൊരു പെയിൻ വന്നു. അപ്പൊ ഏട്ടൻ ഇവിടെ ഇല്ല, ഏട്ടൻ വർക്കിന് പോയി രാവിലെ. ഞാനും വലിയ ആള് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനും വലിയ മോള് മാത്രമേ, മൂത്ത മോള് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ചെറിയൊരു പെയിൻ വന്നപ്പോ ഞാൻ ആളെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ചെറുതായിട്ടൊരു പെയിൻ ഉണ്ട്, ഉച്ചവരെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ശരി നീ നോക്ക് പറഞ്ഞു. ഉച്ചയാകുമ്പോ എനിക്ക് പെയിൻ കൂടി. ആള് വർക്കിന് പോയി കഴിഞ്ഞാൽ ചില സമയത്ത് വിളിച്ചാൽ പോലും കിട്ടില്ല. എനിക്ക് കുറെ വിളിച്ചിട്ടൊന്നും കിട്ടില്ല. എനിക്ക് പെയിൻ
ഉണ്ട്. പക്ഷെ ഞാനും മോള് മാത്രമേ ഇവിടെ ഉള്ളൂ. ഒന്നും ചെയ്യാൻ എനിക്ക് എല്ലാം അപ്പൻ്റെ വേഗം എല്ലാം പാക്ക് ചെയ്ത് എനിക്ക് മനസ്സിലായി ഇന്ന് തന്നെ പോകേണ്ട വരും എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞാൻ അമ്മേനെ വിളിച്ചു. അമ്മ വന്നു. അമ്മ വൈകുന്നേരം ആയപ്പോ അമ്മ വന്നു. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ആരും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല Full അല്ലേ? ഞാൻ എപ്പോഴായിരുന്നു എനിക്ക് തോന്നുന്നു ചേട്ടന്റെ വീട്ടില് ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ടോ? ഞങ്ങൾ ആക്ച്വലി എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർക്ക്, ഇന്റർ റിലേഷൻ ആയതുകൊണ്ട്. പക്ഷെ തിരിച്ച് വിളിച്ചു വീട്ടിലോട്ട്. നേരെ വീട്ടിൽ പോയി കയറുന്ന പോലെ അവർ വീട്ടിലോട്ട് വിളിച്ചു. അതുപോലെ ഇവളുടെ വീട്ടിൽ ഫസ്റ്റ് വന്നിട്ട് അച്ഛനാണ് ഓക്കെ ആയത്. പിന്നെ എന്റെ വീട്ടിൽ അച്ഛനാണ് ഓക്കെ ആയത് അല്ലേ, എന്നിട്ടാണ് അമ്മയ്ക്ക് ഓക്കെ ആയത്. ഓക്കെ ആയത്. പക്ഷെ ആദ്യം ഓക്കെ ആവാം. ഡെലിവറി ടൈമിൽ ഉണ്ടായിരുന്നില്ല. അമ്മ ഡെലിവറി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എന്റെ അമ്മ ഫുൾ ടൈം നോക്കി. ആള് പാവം കുറെ പണിയെടുത്തുണ്ട്. പക്ഷെ ഇവള് ഫുള്ള് വഴക്കാണ് എന്നും. അമ്മ ഞാൻ പണിയെടുത്തതിന് ഒരു നന്ദി എന്ന് പറഞ്ഞ സാധനം. അത് അമ്മമാരോട് നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് അമ്മമാരുടെ എന്ത് ഇമോഷൻസും കാണിക്കാൻ പറ്റും. അതെ അതെ. ഞാനും അമ്മ ഇങ്ങനെ എപ്പോഴും പോട്ടാ പടിയാണ്. പക്ഷെ അമ്മയ്ക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയനായിട്ട് എപ്പോഴും പറയും. ഞാൻ എന്നും പറയും നീ കുറച്ച് സമാധാനത്തോടെ സംസാരിച്ചൂടെ, കുറച്ച് റെസ്പെക്ടോടെ സംസാരിച്ചോടെ ഞാൻ പറയും. പറ്റുള്ളൂ. അതുകൊണ്ട് സമ്മതം എല്ലായിടത്തും കൂടി അല്ല എന്റെ അടുത്ത് കൂടി ഇല്ല. എന്റെ അടുത്ത് എങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. തിരിച്ചു ഞാൻ റിഫ്ലക്ഷൻ ആണ്. മിറർ ഇങ്ങോട്ട് എങ്ങനെ വരില്ല അതുപോലെ തിരിച്ചു കൊടുക്കാറുള്ളൂ. ഞങ്ങള് കോമൺ ടോക്ക് ഇട്ടാ, അല്ലാണ്ട് സീരിയസ് ടോക്ക് എന്റെ രണ്ടാമത്തെ ഡെലിവറി വന്നിട്ട് പെയിൻ വന്നിട്ട് വൈകുന്നേരം അമ്മ വന്നു. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് ഒരു വണ്ടിയില്ല, ഒന്നുമില്ല. എന്റെ അടുത്ത് വിളിക്കാൻ ഒരു ഓട്ടോക്കാരന്റെ നമ്പറും ഇല്ല. എന്നിട്ട് എങ്ങനെ പോകും? സാധനങ്ങളും എടുക്കണം, ഇവളെ എടുക്കണം. എന്നിട്ട് ഏട്ടൻ വന്നത് രാത്രി 10 മണിയായി. അതുവരെ ഞാൻ വേദന വെച്ചിട്ട് വിളിച്ചപ്പോ ഞാൻ ആതിരപ്പള്ളി ഫോറസ്റ്റിന്റെ ഉള്ളിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അത് വേറൊരു ആവശ്യമായിട്ട് പോയതാ. അല്ല വർക്കിന് പോയതാ, എറണാകുളത്ത് പോയതാ. തിരിച്ചു വരുമ്പോ എന്താ പറഞ്ഞാൽ നമുക്ക് പോയിട്ട് വരാന്ന് പോയി. സംഭവം വിളിച്ചാൽ കിട്ടാൻ ഒരു ഫോറസ്റ്റ് റേഞ്ചിലായിരുന്നു. എനിക്ക് അങ്ങനെ കാട് കയറുന്ന പരിപാടി ഉണ്ട്. എനിക്ക് കുറച്ച് അങ്ങനെ ഇല്ല, തെറ്റിദ്ധരിക്കല്ലേ, കുറച്ച് നാച്ചുറലായി കണക്ട് ചെയ്തിട്ട് പോകുന്ന ആളാ. അപ്പൊ അങ്ങനെ പോയതാ. 10 മണിയായപ്പോ വന്ന് കൊണ്ടുപോയി. 10:45 കൊണ്ടുപോയി 11:40 അവനുണ്ടായി. കൊണ്ടുപോയിട്ട് ഒരു 1 hourലൊക്കെ ഡെലിവറി ആയി. സിസേറിയൻ തന്നെയായിരുന്നു രണ്ടാമത്തെ. ഈ ഇടയ്ക്ക് ഒരു മേക്കോവറൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട്. അതിനും എനിക്ക് വിമർശനം അല്ലേ, എന്ത് ചെയ്താലും ഇവള് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഒരു സമയം വരെ അവള് ചെയ്തിട്ടില്ല. ഓക്കെ, കുറെ പരിമിതികളുണ്ടായിരുന്നു ആ സമയത്ത് ലൈഫ് സ്റ്റൈല്. അപ്പൊ അത് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തിരിച്ച് ഓക്കെ ആയി വരുമ്പോ, ബെറ്റർ ആയി വരുമ്പോ നമ്മൾ അതൊക്കെ ചെയ്ത് നോക്കുമല്ലോ. ആഗ്രഹങ്ങളല്ലേ, നമുക്ക് ചെയ്ത് നോക്കാലോ, അല്ല കണ്ടിന്യൂ ചെയ്യുന്നില്ലല്ലോ ഇതൊന്നും. അപ്പൊ മുടി വെട്ടാൻ തോന്നി മുടി വെട്ടി. അതെ, എന്റെ ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഒരു ലൈഫേ ഉള്ളൂ. അത് നമ്മള് ആൾക്കാർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ജീവിക്കുക. അതിന് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്റെ മുടി വെട്ടി കണ്ടതുകൊണ്ട് ആർക്കെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടോ? ഇല്ല. അവരുടെ നെറ്റും ഇതും പോവാണെങ്കിൽ അവര് കാണുന്നവര് കണ്ടാൽ മതി. പിന്നെ യൂട്യൂബ് ഫാഷൻ കൊടുക്കുമ്പോ നിന്റെ അടുത്ത് കണ്ടാണോ കൊടുക്കുന്നത്? അതന്നെ, പണ്ടത്തെ ആൾക്കാരൊക്കെ പറയില്ലേ, ഇത്ര ഒരു മുടിക്ക് ഇത്ര ഉണ്ട്, അതിന്റെ മോളിക്ക് വെട്ടിയ പിന്നെ മുടി വളരില്ലാന്ന്. എന്റെ മുടി വളരെ വൈകിയാണ് വളർന്നു തുടങ്ങിയത്. അപ്പൊ എനിക്ക് ദൈവമേ ഇനി പഴയ പോലെ മുടി വളരില്ലേ, അത്ര നീളം വെക്കില്ലേ. പക്ഷെ ഇപ്പൊ നല്ല നീളം വെച്ചു. ആദ്യത്ര ഇപ്പൊ ഏകദേശം 2 വർഷമായില്ലേ. അതെ, 2 വർഷമായി. പിന്നെ ഏട്ടൻ വീട്ടില് ഇവിടെ തന്നെ ഏട്ടൻ, ഞാൻ ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്യണം, എന്നാലും ഏട്ടൻ ഇവിടെ വീട്ടില് തന്നെ ഹെയർ ഓയിൽ ഉണ്ടാക്കണം. സ്വന്തമായിട്ട് ആള് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കും. ഞാൻ അത് യൂസ് ചെയ്ത് അല്ല, അത് യൂസ് ചെയ്ത് പിന്നെ എനിക്ക് മുടി വളരാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് മുടി നല്ലപോലെ, എന്റെ ശരിക്കും ഇതാണ് എന്റെ മുടിയുടെ സ്ട്രക്ചർ. എന്റെ കുറച്ച് കേളി ഹെയർ ആണ്. ഞാൻ പിന്നെ ഇടയ്ക്ക് സ്മൂത്തനിങ് ചെയ്തു. പിന്നെ അതിന്റെ ഇടയ്ക്ക് ന്യൂട്രീഷന്റെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഹെയർ കട്ട് ചെയ്തത്. ഇപ്പൊ ഞാൻ മുടിയിൽ യാതൊരുവിധ സംഭവങ്ങളും ചെയ്തിട്ടില്ല. ശരിക്കും ഈ സ്കിൻ ടോണിന് എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവില്ല. അത് ഓരോരുത്തരുടെ ചിന്താഗതി ആയിരിക്കാം, അവരങ്ങനെ കണ്ടുകൊണ്ടായിരിക്കാം. അവരുടെ സാഹചര്യം അതായിരിക്കും. പക്ഷെ ആൾക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. കുറെ പേര് അതിനെ തന്നെ ഭയങ്കര ഇതായിട്ട് കൊണ്ടു നടക്കുന്നവരും ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും അവരുടെ വ്യത്യസ്തമായ ചിന്താഗതി പോയാലും അത് കാഴ്ചപ്പാടുകളുണ്ടാവും. അപ്പൊ അവരുടെ കാഴ്ചപ്പാട് കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഇഷ്ടമല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് പ്രൊമോഷൻ ഒക്കെ വരുമ്പോ തന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിലായിരിക്കും പ്രൊമോഷൻ വെച്ചാൽ അവര് ചിലപ്പോ അതിന് ഭംഗിയുള്ള കുട്ടികൾ അല്ലെങ്കിൽ നിറമുള്ള കുട്ടികൾ അങ്ങനെ വന്ന് പ്രൊമോഷൻസ് വരാറുണ്ട്. ചിലപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ഡീറ്റെയിൽ മാർക്കറ്റ് ഞങ്ങൾ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ അങ്ങനെയൊന്നും കൊടുക്കാറില്ല. കൊടുക്കാറില്ല. അത് ഞങ്ങളുടെ കോൺട്രിബ്യൂഷനിലേ അതുണ്ട്.
കുറച്ച് നിറമുള്ള കുട്ടികൾ പ്രൊമോഷൻ ഇന്നതാണ് ബ്രാക്കറ്റിൽ ഉണ്ടാവും, കുറച്ച് നിറമുള്ള കുട്ടികൾ അങ്ങനെ ഉണ്ടാവും. വലിയ ബ്രാൻഡുകാര് അങ്ങനെയുള്ളവരെ അങ്ങനെ ചിന്തിക്കുന്നു. ഇപ്പൊ പരസ്യങ്ങളും ഏതെങ്കിലും ഒരു സോപ്പിന്റെ പരസ്യമോ ഫേസ് വാഷിന്റെ പരസ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത്ര അതായത് സ്കിൻ ടോൺ കുറച്ച് വ്യത്യാസമുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല. അപ്പം ജനങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് പോവുക? അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഇത് തേച്ച ഇങ്ങനെ വെളുക്കുക, അപ്പൊ ഇങ്ങനെ വെളുക്കണം, അതാണ് ഓൾറെഡി സൊസൈറ്റിയിൽ അങ്ങനെ തോട്ടുണ്ട് ഓൾറെഡി. അപ്പൊ പിന്നെ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതിനിടയിൽ കമന്റ് വരും, നിങ്ങൾ പിന്നെ കോസ്മെറ്റോളജി പഠിക്കുന്ന എന്തിനാ, അല്ലെങ്കിൽ ഞാൻ ആങ്കറിന്റെ മേക്കപ്പ് കൂടുതലാണല്ലോ. വർഷങ്ങളായിട്ട് എന്താ പറയാ, ഇത് ആൾക്കാരെ വീട്ടിൽ അടിച്ചേൽപ്പിച്ച് നമ്മളെ ശീലിപ്പിച്ച് കുറെ ശീലങ്ങളുണ്ട്. അതൊരിക്കലും മാറ്റാൻ പറ്റില്ലല്ലോ. എല്ലാരും യൂണീക്കാണ്, എല്ലാവർക്കും അവരുടേതായ ഒരു സാധനം ദൈവം കൊടുത്തിട്ടുണ്ട്. എനിക്കും ദൈവം തന്നെ, അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പറയും പറയുന്നവർ പറയട്ടെ എന്ന് വിചാരിച്ച് മൂവ് ഓൺ ചെയ്യാ. ഇപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ അടിയിലും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നിച്ചിന്ന് വായിക്കട്ടോ. ഒഴിവാക്കിട്ട് ഓക്കെ, അപ്പം ഇനി അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ, ഒരു വീടുണ്ടാവട്ടെ. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. കാരണം ഞങ്ങള് ഇന്റർവ്യൂസ് വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് പോയി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ വന്ന് ഇന്റർവ്യൂ എടുക്കുന്നവര് വളരെ കുറവാണ്. എല്ലാവർക്കും സ്റ്റുഡിയോയിൽ പോയി എടുക്കണം എന്നാണ്. നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്ത് ഇവിടെ വന്ന്, അതും മിനിഞ്ഞാന്ന് വിളിച്ചു ചോദിച്ചു, ഇന്നലെ വിളിച്ചു ചോദിച്ചു, ഇന്ന് വന്നു. അതാണ് ഇവര്. ഇന്നലെ എന്നെ വിളിച്ചു ചോദിച്ചു, നാളെ ഫ്രീ ആണോ? ഞാൻ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണ്. ശരി, ഞങ്ങൾ നാളെ വരാം. അങ്ങനെ വന്ന് എടുത്തൊരു ചാനൽ നിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല സത്യം ഐശ്വര്യമുള്ള ആൾക്കാർ വരുമ്പോ എങ്ങനെയുണ്ട്. അപ്പൊ സൂര്യക്കും അവർ ഇത്രയും ദൂരം ഇവിടെ വരെ ട്രാവൽ ചെയ്ത് വന്ന് എടുത്ത ഇവരുടെ ടീമിന് ഒരുപാട് സെറ്റ്. അപ്പൊ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.